ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ പിടിക്കൊഴുക്കട്ടയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇതിവിടെ തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുന്ന ഒരു പലഹാരമാണ്. പിന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ടോ. വയനാട്ടിൽ ആ ഒരു വലിയൊരു ദുരന്തം നടന്നതിന് ശേഷം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും മനസ്സില്ല കേട്ടോ. വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ദുരന്തം ഇനി ഒരു നാട്ടിലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിടിക്കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് കാണാം. പിടിക്കൊഴുക്കട്ട തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ നല്ലോണം തന്നെ ഉരുകിയിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് കൂടുതലായിട്ടോ കുറവൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇതിന് കൂടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എള്ളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളുപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഉരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി നല്ലോണം ഒന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ശർക്കരപ്പാനിക്ക് ചൂടൊന്നും വേണ്ട കേട്ടോ. നല്ലോണം ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം. ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവ് കിട്ടണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ വരും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തൊട്ട് നോക്കണ സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. ചൂടൊക്കെ നല്ലോണം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയൊന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു മാവ് പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൊഴുക്കട്ട ഇതുപോലെ വേണം കേട്ടോ ഷേപ്പാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇതുപോലെ ചെയ്യണതിനെയാണ് പിടിക്കൊഴുക്കട്ട എന്ന് പറയണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും ഈ ഒരു രീതിയിൽ തന്നെ ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എല്ലാതും ഈ ഒരു ഷേപ്പിൽ ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ആ ഒരു തട്ടിൽ. അതിന് ശേഷം എല്ലാതും ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒരു 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഒരു കൊഴുക്കട്ട അതെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്